ഞാനും ജോലിക്ക് പോകില്ല, ഇവനെയും വിടില്ല, വേണമെങ്കിൽ ഇവന്റെ അച്ഛൻ ജോലിക്ക് പോയി ഞങ്ങളെ നോക്കട്ടെ. കുറച്ച് ദിവസം മുമ്പ് കണ്ടൊരു ഇന്റർവ്യൂവിൽ വിവാഹം കഴിച്ച ഒരു പെൺകുട്ടി പറഞ്ഞ കാര്യമാണിത്. കുറച്ചൊക്കെ ആളുകൾക്കിടയിൽ ചർച്ചയായ ഒരു ഇന്റർവ്യൂ ആയിരുന്നു അത്. ആ പെൺകുട്ടിയുടെ ബോധമില്ലായ്മയെ കുറിച്ചൊക്കെ ആളുകൾ വിമർശിക്കുന്നുണ്ടായിരുന്നു. സ്നേഹം മാത്രം മതി ജീവിക്കാൻ എന്ന് കരുതുന്ന ഒരു സ്വപ്നജീവിയാണ്, ഈ ന്യൂ ജനറേഷന്റെ പ്രതീകമാണ് എന്നൊക്കെ ആളുകൾ കുറ്റപ്പെടുത്തി. കുറച്ചു കാലം മുമ്പ് വേറൊരു ഇൻഫ്ലുവൻസർ ഒരു കാര്യം പറഞ്ഞിരുന്നു. എനിക്ക് ജോലിക്ക് പോകാൻ ഇഷ്ടമല്ല, 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേ കല്യാണം കഴിച്ച് സെറ്റിൽ ആകണമെന്നായിരുന്നു ആഗ്രഹം. ഹസ്ബൻഡിനും മകനും വേണ്ടി വീട്ടിൽ ക്ലീനിങ് ആൻഡ് കുക്കിംഗ് ചെയ്യുന്നതാണ് അവരുടെ വീഡിയോസ്. എല്ലാം ഒരു ട്രഡീഷണൽ വൈഫ് സെറ്റപ്പ്. ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നു, വൈഫ് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ഹസ്ബൻഡിനും മകനും വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നു, ജോലിക്ക് പോകുന്നില്ല. മറ്റൊരു കാര്യമുണ്ട്, അവർ ചെയ്യുന്നതെല്ലാം അവർ യൂട്യൂബിൽ വീഡിയോസും ഷോർട്സും ആക്കിയിട്ടിട്ടുണ്ട്. അതിനൊക്കെ നല്ല വ്യൂസും ഉണ്ട്. അതിനർത്ഥം സാധാരണ ഒരു ജോലിക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം അവർക്ക് കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല, അവർക്ക് വളരെയധികം ഫാൻസും ഉണ്ട്. അതായത് ഒരു ഇൻഫ്ലുവൻസർ ആണ്. നമ്മൾ ആദ്യം പറഞ്ഞ കപ്പിളും സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവർ തന്നെയാണ്. അതായത് ഇവർക്കൊക്കെ ജോലിക്ക് പോകുന്നില്ല, ട്രഡീഷണൽ വൈഫാണ്, മണ്ടത്തിയാണ്, കുലസ്ത്രീയാണ്, പൊട്ടിപ്പെണ്ണാണ് എന്നൊരു ഇമേജ് പ്രേക്ഷകർ കൊടുക്കുമ്പോൾ പോലും ആ ഇമേജ് വെച്ച് നല്ല വരുമാനം ഉണ്ടാക്കി കുടുംബത്തിൽ നിലയും വിലയും ഉണ്ടാക്കി ജീവിക്കാൻ പറ്റുന്നുണ്ട്. സത്യത്തിൽ ഇതൊരു ട്രെൻഡാണ്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ. ട്രഡീഷണൽ വൈഫ് എന്നതിന്റെ ചുരുക്കപ്പേരായ ട്രാഡ് വൈഫ് എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത്. ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ഒരുപാട് ചാനലുകളുണ്ട്. ഒരു പ്രത്യേക ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന തരത്തിലാണ് അവരുടെ വീഡിയോസ്. ട്രഡീഷണൽ വസ്ത്രങ്ങൾ ധരിച്ച് ഭർത്താവിനും കുട്ടികൾക്കും വേണ്ടി വീട്ടിലെ ക്ലീനിങ്, കുക്കിംഗ് തുടങ്ങിയ സകലമാന ജോലികളും ചെയ്ത് വേറൊരു ഹോബിയും ഇല്ലാതെ ഇതാണ് എന്റെ ജീവിതം, ഇതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ് എന്ന് കാണിച്ചുകൊണ്ടുള്ള വീഡിയോസ് ആണ് ഇവരുടേത്. അതായത് ഒരു പാട്രിയാർക്കൽ സെറ്റപ്പിൽ പെണ്ണിന്റെ കടമ എന്താണ്, ആണിന്റെ ജോലി എന്താണ് എന്ന് ഡിസൈൻ ചെയ്തിരിക്കുന്നതിനെ പ്രാവർത്തികമാക്കിക്കൊണ്ടുള്ള വീഡിയോസ്. ഇതിലെ ട്രഡീഷണൽ വൈഫ് ഒരു ബബിൾ ഗം വേണമെങ്കിൽ പോലും പുറത്തുനിന്ന് വാങ്ങില്ല, സ്വന്തമായി ഉണ്ടാക്കും. അങ്ങനെ എല്ലാം സ്ക്രാച്ചിൽ നിന്നും ഉണ്ടാക്കി കുടുംബത്തെ തീറ്റിക്കുന്ന ഉത്തമ കുടുംബിനി. കുട്ടി രാവിലെ എണീറ്റ് അമ്മേ ഇന്നെനിക്ക് കോൺഫ്ലെക്സ് മതി എന്ന് പറഞ്ഞാൽ അമ്മ ഗോതമ്പ് പൊടിയും ചോളപ്പൊടിയും ഒക്കെ എടുത്ത് തുടങ്ങും കോൺഫ്ലെക്സ് ഉണ്ടാക്കാൻ. എന്നിട്ട് സ്വന്തമായി കോൺഫ്ലെക്സ് ഉണ്ടാക്കി അപ്പുറത്ത് സ്വന്തം ഫാമിലുള്ള പശുവിനെ പോയി കറന്ന് പാലെടുത്ത് കുട്ടിക്ക് കൊടുക്കും. അത്രയ്ക്ക് പ്രകൃതിദത്തം. ഇത്രയ്ക്ക് പ്രകൃതിദത്തമായതുകൊണ്ട് തന്നെ അമ്മ ഫുൾ ടൈം അടുക്കളയിലോ പശുവിനെ കറക്കലിലോ ഒക്കെ ആയിരിക്കും. ഇങ്ങനെ വീഡിയോസ് ഇടുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്നോ, ഇവർക്കൊക്കെ മില്യൺ കണക്കിന് വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഉണ്ട്. അതായത് അവർ സോഷ്യൽ മീഡിയയിലൂടെ സമ്പാദിക്കുന്നതിന് കണക്കില്ല എന്നർത്ഥം. അപ്പൊ ശരിക്കും ജോലിക്ക് പോകാത്ത, ഭർത്താവിനെ പണത്തിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്ന ട്രഡീഷണൽ വൈഫാണോ അവർ? അല്ല, മറിച്ച് ആ ഒരു ഇമേജിലൂടെ ലക്ഷക്കണക്കിന് പണം ഉണ്ടാക്കുന്നവരാണ് അവർ. രാവിലെ എണീറ്റ് പശുവിനെ കറക്കുന്നതും ബബിൾഗം വരെ സ്വന്തമായി ഉണ്ടാക്കുന്നതൊന്നും അവരുടെ ലൈഫ് സ്റ്റൈൽ ആയിക്കൊള്ളണമെന്നില്ല. വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കാം. അടുക്കളയിൽ ജോലി ചെയ്യാൻ ക്യാമറയ്ക്ക് പുറകിൽ അവർക്ക് ഇഷ്ടം പോലെ ജോലിക്കാരുണ്ടായിരിക്കാം. അവരുടെ അടുക്കളയുടെ വൃത്തി, അവരുടെ പ്രകൃതിദത്തമായ ഭക്ഷണം, കുട്ടികളോടും ഭർത്താവിനോടുമുള്ള ഡെഡിക്കേഷൻ, ഇതൊക്കെ കണ്ട് ഇങ്ങനെയൊന്നും എനിക്ക് പറ്റുന്നില്ലല്ലോ, താൻ അത്രയ്ക്ക് പെർഫെക്റ്റ് അല്ലല്ലോ എന്ന് കരുതുന്ന സ്ത്രീകൾ ഒരു ഭാഗത്ത്. ഇങ്ങനെ ഒരു ഭാര്യയെ എനിക്ക് കിട്ടിയില്ലല്ലോ, ഭാര്യമാരായാൽ ഇങ്ങനെ വേണം, അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും അഴുക്കാവാതെ സുന്ദരിയായി പെർഫെക്റ്റ് ഫിഗറായി ഹാപ്പിയായി എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് സകല ജോലിയും ചെയ്യുന്ന ഭാര്യയെ സ്വപ്നം കാണുന്ന ആണുങ്ങൾ മറുഭാഗത്ത്. ഈ ട്രാഡ് വൈഫ് വീഡിയോസ് കൊണ്ട് വീഡിയോസ് ഇടുന്നവർക്ക് ലാഭമാണെങ്കിലും കണ്ടിരിക്കുന്നവർക്ക് അത് അത്ര നല്ല ഇമ്പാക്റ്റ് അല്ല ഉണ്ടാക്കുന്നത്. ഇത്തരം വീഡിയോസിന് വ്യൂസ് കൂടാനുള്ള കാരണം ഒന്ന് ആളുകളുടെ ക്യൂരിയോസിറ്റി ആകാം. ഈ ഒരു എക്സോട്ടിക് ലൈഫ് സ്റ്റൈൽ പുതുമയുള്ളതാണല്ലോ. പൊതുവെ നോക്കിയാൽ ഈ ട്രാഡ് വൈഫ് വീഡിയോ ചെയ്യുന്നവരിൽ പ്രമുഖരെല്ലാം വളരെ റിച്ച് ആയിട്ടുള്ളവരാണ്. ഏത് തരം ലൈഫ് സ്റ്റൈലും അഫോർഡ് ചെയ്യാൻ കഴിവുള്ളവർ, എല്ലാം സെറ്റപ്പ് ചെയ്യാൻ കഴിയുന്നവർ. അവരുടെ പിക്ചർ പെർഫെക്റ്റ് ലൈഫ് കണ്ട് ഇതാണ് ജീവിതം എന്ന് കരുതി രാവിലെ തൊട്ട് സ്ക്രാച്ചിൽ നിന്ന് ഓരോന്നുണ്ടാക്കി രാത്രിയിൽ വരെ അടുക്കളയിൽ കൂടാനുള്ള പ്രിവിലേജ് സാധാരണ ഫാമിലിക്കില്ല. എന്ന് മാത്രമല്ല അത് പ്രാക്ടിക്കലുമല്ല, അത്ര പോസിബിളായ ഹാപ്പിയായ കാര്യവുമല്ല. പുറത്തൊക്കെ ഇത്തരം ട്രാഡ് വൈഫ് ട്രെൻഡിനെ കളിയാക്കിക്കൊണ്ടുള്ള അതിന്റെ പ്രാക്ടിക്കാലിറ്റിയെ വിമർശിച്ചുകൊണ്ടുള്ള ഒരുപാട് വീഡിയോസ് കാണാം. നമ്മുടെ നാട്ടിലും ഈ ട്രാഡ് വൈഫ് സോഷ്യൽ മീഡിയ ബിസിനസ് വേറൊരു തരത്തിൽ ഇപ്പോൾ ട്രെൻഡിങ് ആകുന്നുണ്ട്. രാവിലെ എണീറ്റ് കുട്ടികൾക്കും ഭർത്താവിനും ലഞ്ച് ബോക്സ് ഒരുക്കുന്നതൊക്കെ വീഡിയോസ് ഇടാനും അത് കാണാൻ ലക്ഷങ്ങൾ റെഡിയായി കാത്തിരിക്കുന്നതുമൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഒരു കാഴ്ചയാണ്. ഇങ്ങനെ ട്രാഡ് വൈഫ് വീഡിയോസ് ഇടുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ തങ്ങൾ ചെയ്യുന്നതും ജോലിയാണ്, ആ ജോലിയിലൂടെ തങ്ങൾ നല്ല വരുമാനം ഉണ്ടാക്കുന്നുണ്ട് എന്ന് ചെയ്യുന്നവർ അക്നോളജ് ചെയ്യുകയും വേറെ ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്ക് ഇങ്ങനെ സ്ക്രാച്ചിൽ നിന്ന് എല്ലാം ഉണ്ടാക്കി ഫാമിലിയെ തീറ്റിക്കാൻ ടൈം ഉണ്ടാകില്ല എന്ന് കാണുന്നവരും മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിലായാലും പുറത്തായാലും ഇത്തരം വീഡിയോസിന് വ്യൂവേഴ്സ് വളരെ കൂടുതലാണ് എന്നതുകൊണ്ട് തന്നെ ഇത്തരം വേഷം കെട്ട് ട്രാഡ് വൈഫ് വീഡിയോസ് ഇനിയും ഒരുപാടുണ്ടാകാൻ സാധ്യതയുണ്ട്. പഴയ കാലത്തെ വീഡിയോസിൽ കൂടെ കാണാൻ നമുക്കല്ലേലും കൗതുകം കുറച്ച് കൂടുതലാണല്ലോ. ആ കൗതുകം കൂടിപ്പോയി, അതാണ് ശരി. പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെയായിരിക്കണം, അവരെ കണ്ടില്ലേ എന്ത് ഹാപ്പിയായാണ് വീട് പണികൾ ചെയ്യുന്നത് എന്ന് സമൂഹത്തിന് കൂടി തോന്നുമ്പോഴാണ് കുഴപ്പം. ഈ ഒരു ട്രാഡ് വൈഫ് ട്രെൻഡിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.